സ്പെയിനിലേക്ക് സ്റ്റഡീസിന് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റഡീസിന് വരാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ സ്പെയിനിലേക്ക് സ്റ്റഡീസിന് വരുന്നുണ്ടെങ്കിൽ ഇത് ഒരു നെഗറ്റീവ് പറയണതല്ല, സീരിയസ്ലി പറയണം. നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചിട്ട് കയറി വരിക. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് തന്നെ പാർട്ട് ടൈം കിട്ടാതെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ സ്പെയിനിലേക്ക് സ്റ്റഡീസിന് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്, പാർട്ട് ടൈം ചെയ്ത് സർവൈവ് ചെയ്യണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലാംഗ്വേജ് ഒരു A2 ലെവലെങ്കിലും പഠിച്ചിട്ട് വരിക. നിങ്ങൾ ലാംഗ്വേജ് അറിയാതെ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നോർത്ത് അമേരിക്കൻസ്, സൗത്ത് അമേരിക്കൻസ്, സ്പാനിഷ് അറിയാവുന്ന ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അത്ര ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ സ്പാനിഷ് പഠിച്ചിട്ട് കയറി വരിക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്പാനിഷ് ഉള്ളത് കൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല, പക്ഷേ ലാംഗ്വേജ് ബാരിയർ നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഏത് രാജ്യത്ത്, ഇപ്പോൾ ജർമ്മനി പോവുകയാണെങ്കിലും അവിടുത്തെ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സ്പെയിനിൽ സ്പാനിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലാംഗ്വേജ് പഠിച്ചിട്ട് കയറി വരാൻ ശ്രമിക്കുക. ലാംഗ്വേജിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് ഒരു കോൺട്രാക്റ്റ് വെക്കണമെങ്കിൽ പോലും ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ലാംഗ്വേജ് പഠിച്ചിട്ട് കയറി വരാൻ ശ്രമിക്കുക. അഡിയോസ് അമിഗോസ്.